ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. അപ്പോൾ ഇന്ന് നമുക്ക് പുതിയൊരു മിഷനാണ്. താച്ചും ഹോർണിഗോൾഡും നമ്മുടെ ഷിപ്പ് നോക്കി എന്തൊക്കെയോ എന്താ നമുക്ക് ചോദിച്ചു. കെൻവേൻ്റെ ഷിപ്പ് സംഭവം മോട്ടിച്ചാണെങ്കിലും നമ്മുടേത് അവൻ്റെനേക്കാളും വലുതാണോ എന്നൊരു ഈഗോ പുള്ളിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് അവന്മാർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഹോർണിഗോൾഡ് പറയണമെന്ന് വെച്ചാൽ പ്രോപ്പർ വേയിൽ എങ്ങനെ നമുക്ക് കടൽക്കൊള്ള നടത്താം അത് പഠിപ്പിച്ചു തരാമെന്ന് ഹോർണിഗോൾഡ് പറയുന്നത്. അപ്പോൾ അവനും നമ്മളും കൂടെ സെയിൽ ചെയ്തിട്ട് ഇന്ന് എന്തോ ഒരു പരിപാടി ഒപ്പിക്കാൻ പോകും. അപ്പോൾ നമ്മുടെ ടാസ്ക് എന്താ വെച്ചാൽ ഒരു ഷൂണറെന്ന് വെച്ചാൽ ചെറിയൊരു ബോട്ട് പോലത്തെ അതാ നമ്മളാ സ്പൈ ഗ്ലാസ് വെച്ച് നോക്കുമ്പോൾ ലെവൽ 4 ഒരു ഷൂണർ അവിടെ. അപ്പോൾ അത് നമുക്ക് അതിൻ്റെ അടുത്തെത്തി നമ്മൾ ബോംബ് ചെയ്ത് അതിനെ കീഴ്പ്പെടുത്തണം. അതാണ് ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ ടാസ്ക്. നമുക്ക് നൈസായിട്ട് അതിൻ്റെ അടുത്തേക്ക് പോവാം. The uneasy idea that you could snap at any moment and unseam them from prick to sternum. സംഭവത്തിലൊരു സീനുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ ഒരു ബോട്ടിൽ നോക്കിയിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. പക്ഷെ അടുത്തുള്ള ബോട്ടുകളും ഹെൽപ്പിന് വന്നാണ് നമ്മൾ ഷൂട്ട് ചെയ്ത് ഇതിനെയാണെങ്കിലും അടുത്തുള്ളവർ ആ ഇമ്പാക്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവന്മാർ ഇനി നമ്മൾ എന്താക്കേണ്ടി വരും, ഷൂട്ട് ചെയ്യേണ്ടി വരും. നമ്മൾ തിരിച്ചും ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നില്ല. 3 ആളുണ്ട്. ഇനി 3 ആളെ മിക്കാതെ നമ്മൾ വെടിവെച്ചിടേണ്ടി വരും. ഓക്കെ, അപ്പം നമ്മുടെ പ്ലാൻ എന്താ വെച്ചാൽ കൂടുതൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബോട്ട് പൊട്ടിയിട്ട് വെള്ളത്തിലേക്കെല്ലാം മുങ്ങിപ്പോവും. അങ്ങനെ ചെയ്യാണ്ട് ഇൻകപ്പാസിറ്റേറ്റ് ചെയ്യുക, അതായത് വർക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആക്കിയിട്ട് എന്നിട്ട് അതിൻ്റെ അടുത്തെത്തി നമ്മൾ അതിനകത്തുള്ള സാധനങ്ങൾ അടിച്ചു മാറ്റുക. അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവനെയും കൂടെ എന്താക്കണം, വെടിവെച്ചിടണം. അല്ലെങ്കിൽ നമുക്ക് സുഹൃത്തിക്ക് നമ്മുടെ പണിയെടുക്കാൻ പറ്റില്ല. ചെറിയ കുട്ടിയായതിൻ്റെ പ്രശ്നമല്ല, പ്രോപ്പറായിട്ട് 2 വെടി വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ വെടിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ തീരുമാനം. നമുക്ക് മാപ്പിലൊരു നങ്കൂരത്തിൻ്റെ ചിഹ്നം കാണാം. നമ്മൾ ഷിപ്പിൻ്റെ അടുത്ത് പോയിട്ട് നൈസായിട്ട് എന്താക്കാം, അതിനകത്തുള്ള സാധനങ്ങൾ അടിച്ചു മാറ്റാം. നമ്മൾ ബോർഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഗണ്ണ് യൂസ് ചെയ്തിട്ട് നമ്മൾ അപ്പുറത്തെ ഷിപ്പിലെ 5 എനിമീസിനെ 5 ക്രൂ മെമ്പേഴ്സിനെ കൊന്നു കഴിഞ്ഞാൽ നമുക്ക് കൂളായിട്ടത് പിടിച്ചെടുക്കാം. ഇത് കണ്ടോ, ഇവിടുന്ന് കയറൊക്കെ ഇട്ട് വലിച്ച് അവർ പ്രോപ്പർ വേല തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. 2 ആൾ തീർന്നു. ഇനി ഒരു 3 ആളെയും കൂടെ തീർക്കണം. ഓക്കെ, 4 ആൾ തീർന്നിട്ടുണ്ട്. ഒരൊറ്റൊരാളും ബാലൻസായിപ്പോയി. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നേരിട്ട് കളത്തിലാണ്. ഞാൻ ആളെയും കൂടെ തീർത്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താ ഓക്കെ. അപ്പോൾ കപ്പൽ ഫുള്ള് നമ്മുടെ കൺട്രോളായിട്ട് നല്ല പ്രസംഗിക്കും. I am Captain Hornigold. This is my crew. We're sailors like yourselves, but quite unalike in our purpose. For we intend to take all that you own. Yet no harm shall befall any man so long as he remains at peace. Is that clear? No me mate, señor.
ഞങ്ങൾ ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കൂല, ഞങ്ങൾ സാധനങ്ങൾ അടിച്ചു മാറ്റി Anyone പോകത്തേ ഉള്ളൂ. speak English? മിണ്ടാണ്ട് ഒരു മൂലക്ക് ഒതുങ്ങിയിരിക്കാനാണ് അവൻ പറയണത്. ഇത് സ്പാനിഷ് ആർമി Tell ആയതുകൊണ്ട് your അവർക്ക് friends we're ഇംഗ്ലീഷ് stealing your മനസ്സിലാവും. goods, and we won't hurt nobody if everyone stays as still as a sandbar. You got that? എന്തായാലും നമ്മളിപ്പോൾ ഇതിലാരും കൊല്ലാനൊന്നും പോകണില്ല. Oh, നമ്മൾ for സാധനങ്ങൾ fuck's എടുക്കുക, സ്ഥലം വിടുക, അത്രേ Lock ഉള്ളൂ. him in the hold and take everything that isn't nailed down. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടിയെന്ന് വെച്ചാൽ ക്ലോത്ത് കിട്ടി, റമ്മ് കിട്ടി, ഒരു ക്രൂ മെമ്പറിനെ കിട്ടിയിട്ടുണ്ട്. സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഷൂട്ട് ചെയ്തിട്ട് അത് മൊത്തത്തിലൊക്കെ കപ്പെല്ലാം മുക്കി താഴ്ത്തും നമ്മൾ. We'll need to take a പിന്നെ few അതിനകത്ത് more നമ്മുടെ prizes to ഷിപ്പ് make this a profitable day. നന്നാക്കാൻ പറ്റിയ സാധനങ്ങൾ എടുത്തിട്ട് നന്നാക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഒരെണ്ണത്തിനും കൂടി ബോർഡ് ചെയ്യാനുണ്ട്. അപ്പം നമുക്ക് അതിനടുത്തേക്ക് പോവാം. അപ്പം ഇതും ബോർഡ് ചെയ്തിട്ട് ഇതിനകത്തുള്ള സാധനവും നമുക്ക് അടിച്ചു മാറ്റണം. Shorten sail! Get off the squall! Give me some speed! അപ്പം നമുക്ക് ടോട്ടൽ കാർഗോ 60 എണ്ണം വേണം. ഇപ്പോൾ 47 ആയിട്ടേ ഉള്ളൂ. Reel him in! ഓക്കെ, അപ്പോൾ ഇതും സക്സസ്ഫുള്ളായിട്ട് ബോർഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഗണ്ണ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഉള്ള കുറച്ച് പേരെ നോക്കണം. ഇവിടെ അതേപോലെ 5 പേരെ നമുക്ക് കൊടുത്താലേ നമുക്ക് കപ്പൽ നമ്മൾ കൺട്രോൾ എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, 2 ആൾ തീർന്നു, 1 മിസ്സായി പോയി. 3 ആൾ തീർന്നു. ഓക്കെ, 4 ആൾ തീർന്നു. ഇനിയിപ്പം നമ്മൾ കളത്തിലിറങ്ങേണ്ട സമയം. അഞ്ചാമത്തെ ആളെ കിട്ടും. അപ്പോൾ ഈ കപ്പൽ നമ്മുടെ കൺട്രോളായി. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇവിടുത്തെ സാധനങ്ങളൊക്കെ കൂളായിട്ട് അടിച്ചു. ഇവിടെ നമുക്ക് ഫുഡും റമ്മും ഒരു ക്രൂ മെമ്പറിനെയും കിട്ടിയിട്ടുണ്ട്. ആസ് യൂഷ്വൽ പരിപാടി കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് മുക്കിക്കളയുക കപ്പൽ. Good take today, Kenway. Half a dozen Okay. scores of that size. and ഇനി you'll be നമ്മുടെ set for a അടുത്ത year. ടാസ്ക് എന്ന് പറഞ്ഞാൽ Now let's sell this cargo Sail and to fix up your Salt jackdaw with a few more ഓക്കെ, trinkets. അപ്പോൾ നമ്മുടെ കപ്പലിനൊരു അപ്ഗ്രേഡ് എന്തോ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന സ്ഥലത്തേക്ക് പോകാനാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് We came to അതാണ്. Nassau to get away. മിക്കവാറും നമ്മൾ അടിച്ചു മാറ്റിയ സാധനങ്ങൾ വിറ്റിട്ട് Well, നമ്മൾ എന്തെങ്കിലും സാധനം be a വാങ്ങാൻ man of വേണ്ടിയിട്ടായിരിക്കാം. property and promise anyway. Jesus, അപ്പോൾ let നമുക്ക് that പോയി dream നോക്കാം. go, lad. Nassau is the place to be, not England. Do you ever dream of the big score? A ship so full of gold and silver, just split in കെൻവേ എപ്പോഴും ഇങ്ങനെ പറയുന്നതൊക്കെ നമ്മുടെ സ്റ്റോറിയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് Every man hopes to find a ഞങ്ങൾക്ക് dozen chests of വലിയൊരു gold with no കപ്പൽ നിറയെ സ്വർണ്ണമൊക്കെ ആയിട്ട് അങ്ങനെ ഒരു നിധി കൂമ്പാരം പോലെ കിട്ടണം എന്നുള്ള രീതിയിൽ. അല്ലാണ്ട് ചെറിയ ചെറിയ പൈസ കിട്ടിയിട്ട് രക്ഷപ്പെടാനല്ല ആളുടെ പ്ലാന്. ഓക്കെ, അപ്പോൾ നമുക്കിനി സോൾട്ട് സീൽ വെച്ച് കാണാം.